അങ്ങനെ ഞങ്ങളുടെ സിയാറ്റിൽ മുതൽ അറ്റ്ലാന്റ വരെയുള്ള റോഡ് ട്രിപ്പ് സൗത്ത് ഡെക്കോഡ എന്ന സംസ്ഥാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം വിശാലമായ പരന്നു കിടക്കുന്ന ഭൂമി. അതൊക്കെ കണ്ടിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ തോന്നിയില്ല. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കണമല്ലോ എന്നൊരു ബോധോദയം വന്നപ്പോൾ നിർത്തിയ സ്ഥലമാണിത്. പെട്ടെന്ന് നിർത്തിയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്പോട്ടൊന്നുമല്ലായിരുന്നു. അധികം ഫോട്ടോ എടുക്കാതെ ഇവിടുന്ന് യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കണ്ട തടാകമാണിത്, കോട്ടൺവുഡ് ലേക്ക്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞിമരത്തിന്റെ തടാകം എന്നോ അങ്ങനെയും പറയാം. ഇത് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി, കൃഷി ചെയ്യാൻ വേണ്ട പ്രധാനപ്പെട്ട വെള്ളം ഇവിടെ ഇഷ്ടംപോലെയുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട ആർവിയാണോ അത്? മാപ്പിൽ നോക്കിയാലും അവിടെ ഇവിടെയായിട്ട് തടാകങ്ങൾ കാണാൻ പറ്റും. കുറച്ചുകൊണ്ട് പോയപ്പോഴത്തേനും വലിയ ഫാമിൽ പശുക്കൾ മേയുന്നുണ്ട്. ഈ പശുക്കൾ മേയുന്നിടത്ത് തൊഴുത്തോ അല്ലെങ്കിൽ ഫാം ഹൗസ് ഒന്നും കണ്ടില്ല കേട്ടോ. കുറെ പശുക്കൾ വേലിക്കകത്ത് നിന്ന് മേയുന്നു. ക്യാമറ കൂടെ കാണുന്ന പോലില്ല കേട്ടോ. ഫാം ഏറെക്കുറെ 100 ഏക്കർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലമാണ് റെഡ് ഫീൽഡ്. ഇവിടെ ഗ്യാസ് അടിക്കാൻ കയറി ഇപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു കാർ എടുത്തിട്ട് തട്ടിപ്പുറത്ത് വെച്ചേക്കുന്നത്. ഇത് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ ഒരു കുതിരേനെ കൊണ്ടുവന്ന വണ്ടി. പണ്ട് കുതിരകളാണ് നമ്മളെ വലിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളാണ് കുതിരേനെ വലിച്ചുകൊണ്ട് പോണേ. വണ്ടിയുടെ പെട്രോൾ അടിച്ച് ചായയും കുടിച്ച് ഇവിടുന്ന് വേഗം തന്നെ ഇറങ്ങി. ഈ റെഡ് ഫീൽഡ് എന്ന് പറയുന്ന സിറ്റി കുറച്ചുകൂടി വലുപ്പമുണ്ട്. ഒരു ചെറിയ എയർപോർട്ടും അതുപോലെ താമസിക്കാൻ പറ്റിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും സിറ്റി കഴിഞ്ഞപ്പോൾ പഴയ പോലെ തന്നെ വിജനമായ പ്രദേശങ്ങൾ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് കോണ്ടെ. ഒരു പ്ലാന്റ് ഒക്കെ ഇവിടെ കാണാനുണ്ട്. മിക്കവാറും വല്ല കോണിന്റെ പ്ലാന്റ് ആയിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ത്വര വന്നു. അങ്ങനെ നിർത്തി തലങ്ങും മലങ്ങും ഫോട്ടോ എടുത്തു. വണ്ടിയുടെ ലെഫ്റ്റിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വണ്ടിയുടെ ചാരിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, പിന്നെ റോഡിന് നടുക്കുന്ന ഫോട്ടോ എടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ആരാണ്ടിനൊക്കെ വളപ്പിൽ കയറി അവിടെ ഒരു ട്രാക്ടറിന് എന്തോ ഭാഗം ഉണ്ടായിരുന്നു, അതിന് മുകളിൽ കയറി ഫോട്ടോ എടുത്തു. അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞ് കുറച്ച് പോയപ്പോഴത്തേനും ഒരു ലേക്ക് വിത്ത് കാറ്റാടികളുടെ ബാക്ക്ഗ്രൗണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് ക്രോക്കർ. ഈ കാറ്റാടികളെല്ലാം കൂടിയിട്ട് 200 മെഗാവാട്ട് കറണ്ട് അതിലുണ്ടാക്കണേ. ഇവിടെ നമുക്ക് കാറ്റാടികളെ കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത സിറ്റിയിലൂടെ കടന്നു. ഈ സിറ്റിയുടെ പേര് ബ്രാഡ്ലി. ഇവിടെയും കണ്ടു വലിയ തടാകങ്ങൾ. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. സാധാരണ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇതിപ്പോ സ്റ്റേറ്റ് ഹൈവേയും അല്ല എന്ന് തോന്നുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ മൊത്തം ഫാമിംഗ് സ്ഥലങ്ങളായിരുന്നല്ലോ. പക്ഷേ ഫാം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെയാണ് നമ്മളൊരു ഫാമിംഗ് വണ്ടിയും ഫാമിംഗ് ചെയ്യുന്നത് കണ്ടത്. ഈ സ്ഥലത്തിന്റെ പേര് വാലസ്. ഇവിടെയും നല്ല വലിയ തടാകങ്ങൾ ഉണ്ട് കേട്ടോ. അടുത്ത സ്ഥലം വെബ്സ്റ്റർ. ഇവിടെയും ഒരു തടാകവും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് വീടുകളും. അത് കഴിഞ്ഞപ്പോ വീണ്ടും കാറ്റാടികൾ. ഇവിടെ കാറ്റാടി ഫാമിംഗ് തടാകം മെയിനായിട്ട് കണ്ടതൊക്കെയാണ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമ്മിറ്റ്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും ഒരു ഇന്റർസ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറിയത്. ലോക്കൽ വഴിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്റർസ്റ്റേറ്റിൽ അധികം പോകാൻ പറ്റിയില്ല. നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഇന്റർസ്റ്റേറ്റിൽ നിന്ന് എക്സിറ്റ് എടുത്തിട്ട് സിസസ്റ്റൺ എന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്നാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചത്. അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ച് കുറച്ചുകൊണ്ട് പോയപ്പോഴത്തേനും ഈ സൗത്ത് ഡെക്കോഡ സ്റ്റേറ്റ് അവസാനിക്കാറായി. ഇനി അടുത്തത് നോർത്ത് ഡെക്കോഡയാണ്. ഈ എക്സിറ്റ് 1 കാണുന്നത് സൗത്ത് ഡെക്കോഡയിലെ അവസാനത്തെ എക്സിറ്റ് ആണ്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത സൈഡിലോട്ട് കാലുത്തി. അല്ല, കാലുത്തല്ല, നമ്മൾ വണ്ടിയിൽ പോയി.